ധന്യ, രോഹിത്, മുകേഷിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഹൈക്കോടതിയിൽ അവരുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്ത ഒരു നടി ഇപ്പോൾ പുതിയ ആരോപണങ്ങളുമായി, പുതിയ ആൾക്കാർക്കെതിരെ, പുതിയ സംവിധായകർക്കെതിരെ ആരോപണങ്ങളുമായി സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പം ഈ ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ടോ, അതെ ആ വിശ്വാസ്യതയില്ലായ്മ ഇതിലും ഉണ്ടാകുമോ എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? രോഹിത് പറഞ്ഞു തുടങ്ങി. കാരണം അവർ ഉന്നയിച്ച ആരോപണം ബാലചന്ദ്ര മേനോനെ കുറിച്ചാണ്. നമുക്കറിയാം, മലയാള സിനിമയിൽ എണ്ണം പറഞ്ഞെടുക്കാവുന്ന സംവിധായകരിൽ ഒരാളാണ് ബാലചന്ദ്ര മേനോൻ. ബാലചന്ദ്ര മേനോനെ കുറിച്ച് അതിഗുരുതരമായ ആരോപണങ്ങളാണ് ഈ ഇര എന്ന് പറയുന്നത്, മുകേഷിനെതിരെ പരാതി നൽകിയിരിക്കുന്ന ഈ ഇര പറയുന്നത്. അതൊന്നും നമുക്ക് കേട്ടുകൊണ്ട് നിൽക്കാൻ പോലും കുറച്ച് അറപ്പ് തോന്നുന്ന കാര്യങ്ങളാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി വന്നതിന് ശേഷം ഈ ഇക്കിളിപ്പെടുത്തുന്ന കഥകളും ഈ ആരോപണങ്ങളും ഒക്കെ ഓരോ ദിവസവും ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. എന്താണ് രോഹിത്തിന് ഇതേക്കുറിച്ച് പറയുന്നത്? ഒരു സ്ത്രീ ഒരാൾ തന്നെ പീഡിപ്പിച്ചു, വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് കേസെടുക്കുന്ന നിയമം നിലനിൽക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇര എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്ന ആ സ്ത്രീ ആരോപിക്കുന്നതിനെ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും പൊതുസമൂഹത്തിന് തീരുമാനങ്ങളെടുക്കാം. പക്ഷേ നിയമത്തിൻ്റെ മുന്നിൽ അത്തരത്തിൽ പരാതിപ്പെട്ടാൽ ഈ പറയപ്പെടുന്ന സംവിധായകരെതിരെ കേസെടുക്കാനുള്ള വകുപ്പുണ്ട്. പിന്നീടാണ് അന്വേഷണത്തിലാണ് ആ കേസ് നിലനിൽക്കുമോ, സാഹചര്യ തെളിവുകളും തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ്, സാക്ഷിമൊഴികളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് കേസ് വേണോ വേണ്ടയോ എന്ന് പോലീസും കോടതികളും തീരുമാനിക്കാം. നോക്കൂ, പക്ഷേ ബാലേന്ദ്ര മേനോൻ എന്ന് പറയുന്ന പ്രഗത്ഭനായ സംവിധായകൻ, നടനെതിരെ ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഈ ആരോപണം ഉന്നയിക്കുന്ന സ്ത്രീയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. കാരണം മലയാളത്തിലെ പ്രമുഖ നടനും ഭരണപക്ഷ MLA-യുമായ നടനെതിരെ ഇവർ ആരോപണം ഉന്നയിച്ചപ്പോൾ ആ ആരോപണങ്ങളുടെ എല്ലാം കൊമ്പൊടിക്കുന്ന തരത്തിൽ ചാനൽ ചർച്ചകളിൽ പാളിപ്പോകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. കൃത്യമായി ഈ കേസ് പഠിച്ച് സാഹചര്യങ്ങളും ഇതിൻ്റെ തെളിവുകളും വെച്ച് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇവരുടെ മൊഴികൾ തമ്മിൽ വൈരുദ്ധ്യമുണ്ട്, ഇവർ പറയുന്ന കാര്യങ്ങൾ തമ്മിൽ വൈരുദ്ധ്യമുണ്ട്. തന്നെ ക്രൂരമായി പീഡിപ്പിച്ച ഒരാളോട് പിന്നീട് 25,000 രൂപ ഏതെങ്കിലും ഒരു ഇര കടം ചോദിക്കുമെന്ന് നമുക്ക് തോന്നുന്നില്ല. അവർ വന്നിരുന്ന് വളരെ കൂളായിട്ടാണ് പറയുന്നത്, ഇന്ന് ഇത്രയും പീഡിപ്പിച്ചിട്ട് ഒരു 25,000 രൂപ ചോദിച്ചിട്ട് തരണ്ടായിരുന്നോ എന്ന് ചോദിച്ചത് ഇതേ ആളാണ്. അപ്പോൾ സ്വാഭാവികമായും പണമായിരുന്നു ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള മോട്ടീവെന്ന് പൊതുസമൂഹത്തിന് തോന്നിയേക്കാം. നോക്കൂ, കേസെടുത്തിരിക്കുന്നു, MLA അറസ്റ്റ് ചെയ്തിരിക്കുന്നു, അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിരിക്കുന്നു. സ്വാഭാവികമായും പൊതുസമൂഹത്തിന് മുന്നിൽ ഇവർ ഉന്നയിക്കുന്ന എല്ലാ ആരോപണങ്ങളും തെറ്റിദ്ധാരണാജനകമാണെന്നും അല്ലെങ്കിൽ ഇത് നിലനിൽക്കില്ല എന്നുമാണ് പൊതുസമൂഹം വിശ്വസിച്ചു പോകുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലെ നിയമങ്ങളും നിയമവ്യവസ്ഥയുമാണ് ഏറ്റവും പ്രധാനം. എന്നാൽ നമ്മൾ സംസാരിക്കുന്നത് സാധാരണക്കാർക്ക് വേണ്ടിയാകുമ്പോൾ ഇവർ ഈ ആരോപിച്ചിരിക്കുന്ന ബാലചന്ദ്ര മേനോൻ്റെ കേസിൽ മറ്റു പലരെ പറ്റിയും പറയുന്നുണ്ട്. 3 സ്ത്രീകൾ പൂർണ്ണ നഗ്നരായി കിടക്കുന്നത് കണ്ടു, മറ്റു 3 പുരുഷന്മാർ അവിടെ ഉണ്ടായിരുന്നു. എന്തിനാണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ പോയത് വിളിച്ചപ്പോൾ എന്ന് പറയുകയും പിറ്റേ ദിവസവും എന്നെ വിളിച്ചു, അപ്പോഴും ഞാൻ എന്തിനാണ് നോക്കാൻ പോയത് എന്ന് ഈ സ്ത്രീ പറയുന്നുണ്ട്. അപ്പോൾ അത് സാമാന്യ ബുദ്ധിയിൽ അത് ഒന്നുകിൽ ഇവർ അവിടെ പോകുമ്പോൾ അവർക്ക് എന്തെങ്കിലും ലക്ഷ്യമുണ്ടായേക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും രക്ഷപ്പെടുത്താനായി പോകണം. അവിടെ അത് സംഭവിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇയാൾ മാത്രമല്ലല്ലോ ഇവിടെ ബാധിക്കപ്പെട്ടിരിക്കുന്നത്. ഈ സംവിധായകൻ എല്ലാ സ്ത്രീകളെയും ഇത്തരത്തിൽ ഉപയോഗിക്കുന്ന ആളാണ്, ഇത്രയ്ക്ക് വൃത്തികെട്ടവനാണ്, ക്രൂരനാണെന്ന് പറയുമ്പോൾ മലയാള സിനിമയിൽ എത്രയോ സിനിമകൾ അദ്ദേഹം ചെയ്തിരിക്കുന്നു. നടനായും നായകനായും സംവിധായകനായും തിരക്കഥാകൃത്തായിട്ടും ഒക്കെ ബാലേന്ദ്ര മേനോൻ എന്ന് പറയുന്ന കലാപ്രതിഭ നമ്മുടെ ഇൻഡസ്ട്രിയിലുണ്ടായിരുന്നു. അപ്പം അവർക്കൊപ്പം വർക്ക് ചെയ്തിരുന്ന എല്ലാ നടിമാരെയും ഇത്തരത്തിൽ അയാൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നോക്കൂ, മലയാളത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള മഹാപ്രതിഭകളായ ഒട്ടനവധി നടിമാർ ഇദ്ദേഹത്തിൻ്റെ കൂടെ നായികയായും സഹനായികമാരുമായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഒരാൾ പോലും ഇന്നുവരെ ബാലേന്ദ്ര മേനോനെതിരെ ഇങ്ങനെ ആരോപണവുമായി മുന്നോട്ട് വന്നിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു സ്ത്രീക്ക് മാത്രം ഇത്രത്തോളം ആളുകൾക്കെതിരെ ആരോപണം ഉന്നയിക്കാൻ സാധിക്കുന്നത് എന്നൊരു ചോദ്യം സമൂഹത്തിൽ ഉയർന്നു വരുന്നുണ്ട്. അതിൽ കഴമ്പില്ലേ തന്നെയാണ്. തീർച്ചയായിട്ടും ഇവിടെ രോഹിത് പറഞ്ഞ ഒരു കാര്യം വളരെ പ്രധാനമാണ്. ഇവർ ആരെങ്കിലും രക്ഷിക്കാനാണ്. ഇപ്പോൾ ഇവർ ആ വീഡിയോയിൽ പറയുന്നത് രാത്രി 12 മണിക്ക് എന്നെ വിളിച്ചു, അപ്പോൾ ഞാൻ പോയി. ഒരു ദിവസം 12 മണിക്ക് ഒരു സംവിധായകൻ വിളിക്കുന്നു, പോകേണ്ടതിൻ്റെ ആവശ്യമില്ല, പകലാകട്ടെ രാവിലെ ആകട്ടെ ഞാൻ വരാം എന്ന് പറഞ്ഞ് നമുക്കത് ഒഴിവാക്കാം. പക്ഷേ അപ്പോഴും എന്തിനാണ് വിളിച്ചതെന്ന് അറിയാൻ അവർ പോകുമ്പോഴാണ് ഈ 3 പെൺകുട്ടികൾ വിവസ്ത്രയായി അവിടെ കിടക്കുന്നത് അവർ കാണുന്നത്. ഇവർ ഈ പറയുന്നത് പോലെ ബാലചന്ദ്ര മേനോൻ എന്ന് പറയുന്ന വ്യക്തി അതിക്രൂരനാണ് എന്ന് ഇവർക്ക് ബോധ്യപ്പെട്ടെങ്കിൽ എന്തുകൊണ്ട് ഇവർ ആ 3 പെൺകുട്ടികളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചില്ല? എന്തുകൊണ്ട് ആളെ വിളിച്ചുകൂട്ടി ഇവർ ആ പെൺകുട്ടികളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ, അല്ലെങ്കിൽ ഇയാളുടെ ഈ കപടമുഖം വലിച്ചു കീറാൻ ആ സമയത്ത് ശ്രമിച്ചില്ല? രണ്ടാമത്തെ ദിവസം 1 മണിക്ക് വിളിച്ചു. ഈ 1 മണിക്ക്, രാത്രി 1 മണിക്കാണ് ഇവർ 1 മണിക്കും റൂമിലേക്ക് പോകുന്നു. ഇവർ മാത്രമല്ല, ഇവരോടൊപ്പം വേറൊരു സ്ത്രീയും ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ പോയ സമയത്ത് ബാലചന്ദ്ര മേനോൻ സ്വയംഭോഗം ചെയ്തിട്ട് ഇത് ഇവരുടെ ദേഹത്തേക്ക് ഒഴിച്ചു. പിന്നീട് ഇവർ ബാത്റൂമിൽ പോയി കഴുകി എന്നൊക്കെ
ഏറ്റവും മോശകരമായ രീതിയിലാണ് പറയുന്നത്. എന്തുകൊണ്ട് ഇവർ ആ സമയത്ത് പ്രതികരിച്ചില്ല? ഇത്രയും മോശമായി നിങ്ങൾ വിവസ്ത്രരായി നിൽക്കണം, പൂർണ്ണ നഗ്നരായി എൻ്റെ മുന്നിൽ നിൽക്കണം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ശരി അന്ന് പ്രതികരിക്കാൻ കഴിഞ്ഞില്ല? പിന്നെ ഇതുമായി ബന്ധപ്പെട്ട ഏത് ഹോട്ടലിലാണ് അന്ന് ആ ബാലചന്ദ്ര മേനോൻ ആ ഹോട്ടലിൽ ഉണ്ടായിരുന്നു, രാത്രി 1 മണിക്ക് ഇവരെ വിളിച്ചു. അപ്പോൾ ഒരു ഹോട്ടലാകുമ്പോൾ അതിൽ കൃത്യമായ ഡീറ്റെയിൽസ് ഉണ്ടാകുമല്ലോ. എന്തുകൊണ്ട് ഇവർക്ക് ഇത്രയും ക്രൂരനായി പെരുമാറുന്ന ഒരാൾ സിനിമയിലുണ്ട് എങ്കിൽ എന്തുകൊണ്ട് ഇവർക്ക് പരാതി? ക്രൂരത എന്ന് പറയുമ്പോഴേ ഇപ്പം അതിനെ അവരൊരു ക്രൂരതയെ അന്ന് കണ്ടില്ലായിരിക്കും. അത് വളരെ മാന്യമായ അയാൾ അതിലും ഉണ്ടായിരിക്കാം ഒരു മാന്യതയും, സോഫ്റ്റ് ആയിട്ടായിരിക്കും അയാൾ പെരുമാറിയിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ആ ക്രൂരത ഫീൽ ചെയ്യണമെന്നില്ല. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അവർക്കത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നപ്പോഴാണല്ലോ പലർക്കും ഒരു ധൈര്യം, അയ്യോ അന്ന് എനിക്കും അത് ഉണ്ടായിട്ടുണ്ടല്ലോ എന്ന ഒരു തിരിച്ചറിവുണ്ടാകുന്നത്. ഞാൻ ന്യായീകരിക്കുന്നതല്ല, ഒരിക്കലും ആരെയും ന്യായീകരിച്ചതല്ല. ഇതൊരു വലിയ ഒരു സെക്ഷൽ ഫാന്റസി ഉള്ള ആളാണ് ഈ പറയപ്പെടുന്ന സംവിധായകൻ എന്ന് ഈ കഥ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും. സ്വാഭാവികമായിട്ട് അങ്ങനെ ഫാന്റസി ഉള്ള ആൾ ഈ 3 പെൺ സ്ത്രീകളോടോ ഈ പറയപ്പെടുന്ന ആരോപണം ഉന്നയിക്കുന്ന ഇരയോടോ മാത്രമല്ലായിരിക്കും പെരുമാറിയിട്ടുണ്ടാകുക. അങ്ങനെ ഒരു ഫാന്റസി ഉള്ള ആൾ നോക്കൂ, അവിടെ എന്തൊക്കെയാണ്, 3 പെൺകുട്ടികളുണ്ട്, 3 ആണുങ്ങൾ വേറെ ഉണ്ട്, അവിടെ ഈ സംവിധായകനുണ്ട്. ഈ വിളിക്കുന്ന സ്ത്രീയോട് പൂർണ്ണനഗ്നയായി കിടക്കണമെന്ന് പറയുമ്പോൾ പറ്റില്ല എന്ന് പറയുമ്പോൾ ഇദ്ദേഹം സ്വയംഭോഗം ചെയ്ത് സ്വയം അവളുടെ ശരീരത്തിലേക്ക് ഉറ്റിച്ചു വീഴ്ത്തുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് രതിവൈകൃതത്തിന്റെ ഒരു വലിയ ലോകത്തെ കുറിച്ചാണ് എനിക്ക് തോന്നുന്നത്. ഈ സംവിധായകർ അങ്ങനെ ആണ് എങ്കിൽ അഭിനയിക്കാൻ വരുന്ന സ്ത്രീകളെയും അവരെ അപ്രോച്ച് ചെയ്യുന്നവരെയെല്ലാം ഈ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പരിധി കഴിയുമ്പോൾ അവർക്ക് അതിലൊന്ന് തൃപ്തിയാകാതാവും. അപ്പൊ അവർ പുതിയ മേഖലകളിലേക്ക് കൈവയ്ക്കുന്നതാണ്. വെറൈറ്റി അവർ ആഗ്രഹിക്കുന്നതാണ്. ഇന്നത്തെ കാലത്തെ ഈ പോൺ സൈറ്റുകൾ ഓപ്പൺ ചെയ്താൽ വിവിധ തരത്തിലുള്ള ഓരോരുത്തരുടെ ഫാന്റസികൾ നമുക്ക് കാണാൻ കഴിയും. അവിടെ 3സം 4സം 2സം പിന്നെ ഗ്രൂപ്പ് സെക്സ്, പിന്നെ സ്വാപ്പിംഗ്, കുക്കോൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. പക്ഷെ അത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഫാന്റസികളാണെന്നാണ് നമ്മൾ ചർച്ചയിൽ എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. ഈ പോൺ സൈറ്റുകൾ, അതായത് സായിപ്പന്മാര് പടച്ചുവിടുന്ന സാധനങ്ങൾ കണ്ടിട്ട് മലയാളികളുടെ മനസ്സിലേക്ക് ഈ സാധനം കയറുകയാണ്. നമുക്ക് സ്വന്തം ഭാര്യമാരെ വെച്ച് മാറുന്ന വലിയ വലിയ പണച്ചാക്കുകൾ, ക്ലബ്ബുകളിൽ കാറിന്റെ ചാവിയൊക്കെ കൊണ്ടുവന്ന് ഒരു ബക്കറ്റിനകത്തിട്ടിട്ട് അതിൽ നിന്ന് ഒരു ഭാര്യ എന്നിട്ട് ഒരു കാർ എടുക്കുന്നു, ചാവി എടുക്കുന്നു. ആ ചാവിയുടെ ഉടമസ്ഥൻ ആരാണോ അവർക്കൊപ്പം ആ ഭാര്യ അന്ന് റൂം ഷെയർ ചെയ്യണം. ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അതായത് കേസുകളും കാര്യങ്ങളും ഒക്കെ പുറത്ത് വന്നിട്ടുള്ളതാണ്. ഇതൊക്കെ പോൺ സൈറ്റുകളിൽ ഇതിന് വലിയ ഫാന്റസി ലോകം തുറന്നിട്ടിട്ടുണ്ട്. പക്ഷേ ഇത് നമുക്ക് ഈ കാലഘട്ടം എന്താണ്, ഇത് 10 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്നൊരു സംഭവത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സെക്ഷൽ ഫാന്റസികളുള്ള ഒരാളാണ്, അല്ലെങ്കിൽ സെക്ഷലി ബ്രൂട്ടലായി പെരുമാറുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സ്ത്രീജനങ്ങളോട് കാണിക്കുന്ന ഒരാളായിരുന്നു ബാലചന്ദ്ര മേനോനെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റാണ്, എത്രയോ നായികമാരോടൊപ്പം ബാലചന്ദ്ര മേനോൻ അഭിനയിച്ചിരിക്കുന്നു, എത്രയോ സഹതാരങ്ങൾ. അതല്ല ഞാൻ ചോദിച്ചത്, അയാൾ ക്രൂരമായിട്ടായിരിക്കില്ല, പഞ്ചത്തിൽ വഴങ്ങുന്ന രീതിയിലായിരിക്കും. അതൊരു സൈക്കോളജിക്കൽ അപ്രോച്ച് ആയിരിക്കും. എല്ലാവരോടും അത് ചെയ്യാൻ പറ്റും. ഇത്തരത്തിലുള്ള ഫാന്റസികൾക്ക് എല്ലാ സ്ത്രീകളും നിന്ന് കൊടുക്കും. എല്ലാ സ്ത്രീകളും ഈ ഗ്രൂപ്പ് സെക്സിന് തയ്യാറായി കൊടുക്കും. അല്ലാത്തവർക്ക് അവസരം നിഷേധിക്കപ്പെട്ടിട്ടുണ്ടാവാം. അല്ല, ഞാൻ ചോദിക്കുന്നത് അത് നമ്മൾ അങ്ങനെ പറയരുത്. അങ്ങനെ പറഞ്ഞാലുള്ള പ്രശ്നം എന്താ? മലയാളത്തിൽ നമ്മൾ വലിയ താരാരാധനയോട് നോക്കിക്കാണുന്ന എത്രയോ നടിമാർ ബാലചന്ദ്രൻ. ഈ ആരോപണം ഉന്നയിച്ച സ്ത്രീയുടെ വാക്കുകളെ നമുക്ക് മുഖവിലേക്ക് മറ്റ് സ്ത്രീകൾ ഇതിൽ ഇൻവോൾവ് ആയിരുന്നു, ഞങ്ങൾക്ക് അങ്ങനെ അനുഭവിച്ചു എന്ന് ആ പറഞ്ഞ 3 സ്ത്രീകളോ പിറ്റേന്ന് കൂടെ പോയ സ്ത്രീ അവർ വേറൊരു ആരോപണം ഉന്നയിച്ചു. പ്രമുഖയായ മറ്റൊരു നായിക ഇദ്ദേഹത്തിൽ നിന്നും ക്രൂരമായ പീഡനം അനുഭവിച്ച് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുണ്ട്, ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഇപ്പം ആ ഒരു സ്ത്രീക്ക് അവർക്ക് തുറന്നു പറയാൻ മനസ്സുണ്ടായി, അവർ വന്ന് തുറന്നു പറയുകയാണെങ്കിൽ ഇതിന് വേറൊരു വഴിത്തിരിവാണ്. നോക്കൂ, ഇത് ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയണമെന്നില്ലല്ലോ. നമ്മുടെ നിയമം ഇരയുടെ പ്രൈവസിയെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഏതെങ്കിലും ഒരാൾ 100 കണക്കിന് സിനിമ ചെയ്ത 100 കണക്കിന് പെണ്ണുങ്ങളുമായിട്ട് ഇടപഴകിയ 100 കണക്കിന് പെണ്ണുങ്ങളുമായി വർക്ക് ചെയ്തിട്ടുള്ള ഒരു സംവിധായകൻ ഇത്തരത്തിലുള്ള സ്വഭാവം ഉണ്ടെങ്കിൽ അയാൾ എല്ലാവരോടും എടുക്കണം. സ്വാഭാവികം അയാളുടെ മാനസികാവസ്ഥ വെച്ചിട്ട് എല്ലാവരോടും ഇതിനുള്ള ഒരു അപ്രോച്ച് നടത്തണം. അങ്ങനെയുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരാൾ അത് പരാതിയായി ഉന്നയിക്കാതിരിക്കുമോ കാലത്തിന്റെ ഇടയ്ക്ക് വെച്ചിട്ട്? അതിനിടയ്ക്ക് ഞാൻ ചോദിക്കട്ടെ, ഈ ഉന്നയിച്ച പരാതി ഗുരുതര ആരോപണമാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സെക്ഷൽ ഫാന്റസി പോലെയാണ് നമ്മളതിനെ കാണുന്നത്. എന്തുകൊണ്ട് ഇത്തരം ആരോപണങ്ങൾ വന്നിട്ട് തെറ്റൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ ബാലചന്ദ്ര മേനോൻ കേസ് കൊടുക്കാൻ തയ്യാറാകുന്നില്ല? എനിക്കെതിരെ ഇത്തരം വ്യാജ ആരോപണങ്ങൾ പടച്ചുവിടുകയാണ്. എനിക്ക് ബാലചന്ദ്ര മേനോന്റെ ആരോഗ്യസ്ഥിതിയെ പറ്റി എനിക്ക് ഇപ്പൊ അറിയില്ല. അദ്ദേഹത്തെ പൊതുയിടങ്ങളിലൊന്നും ഇപ്പൊ കാണാറില്ല, സുഖമില്ലാതൊക്കെ ഇരിക്കുകയായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹം നിയമപരമായി നേരിടും, അതിനുള്ള സമയമാവുന്നേ ഉള്ളൂ. ഇപ്പൊ ജയസൂര്യക്കെതിരെ ആരോപണം വന്നപ്പോൾ ജയസൂര്യ അമേരിക്കയിലായിരുന്നു, തിരിച്ചെത്തിയിട്ട് അദ്ദേഹം പറഞ്ഞല്ലോ ഞാൻ നേരിടും, അതിൻ്റെതായ സമയമെടുക്കും. അപ്പോൾ ഇത് നമുക്ക് ഒരു വിധത്തിലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു ആരോപണമാണ്. ഇനി ആരോപണത്തിൽ കഴമ്പുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് അന്വേഷിക്കപ്പെടേണ്ടതാണ്. പക്ഷെ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന വ്യക്തി ഇതിനു മുമ്പ് ഉന്നയിച്ച സംഭവങ്ങൾ തെറ്റായിരുന്നു. ഹൈക്കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സ്ത്രീ പരാതി ഉന്നയിക്കുമ്പോൾ അവരുടെ മുൻകാലം, അവരുടെ ആ ജീവിത രീതി അതൊന്നും പരിഗണിക്കേണ്ടതില്ല. അവർ അപ്പോൾ കൊടുക്കുന്ന പരാതിയിൽ കഴമ്പുണ്ടെങ്കിൽ അതിനെ
പരിഗണിക്കണം. ഇത് മുൻകാലമല്ല, ഈ ഹേമ കമ്മിറ്റി വിഷയം അല്ല, ഇപ്പോൾ മറ്റേ മുകേഷുമായുള്ള വിഷയത്തിൽ അവർക്കും താല്പര്യമുണ്ടെന്ന് പൈസ കിട്ടിയിരുന്നെങ്കിൽ ഓക്കെ ആവുമായിരുന്നിരിക്കാം. പക്ഷെ ഈ വിഷയത്തിൽ അങ്ങനെ അല്ലായിരുന്നിരിക്കാം. അല്ല, ഇതിനകത്ത് 2-3 സാധ്യതകൾ. ഒന്നെങ്കിൽ ഒന്ന് ഇത് സത്യസന്ധമായ ആരോപണമാകാം, ഇപ്പൊ പറയുന്ന ആളുകൾക്കെതിരെ ചിലപ്പോൾ സത്യസന്ധമായ ആരോപണമായിരിക്കാം. അതല്ലെങ്കിൽ ഒരു സംഭവം ഇപ്പം മുകേഷിനെ പോലെ പ്രബലനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചു, ബാലചന്ദ്ര മേനോനെതിരെ ആരോപണം ഉന്നയിക്കുന്നു. ഇനി ഈ സ്ത്രീക്ക് ഒരു എന്താ പറയാ, ആരെങ്കിലും ഒക്കെ ഇങ്ങനെ അപ്രോച്ച് ചെയ്ത വേറെ ആളുകൾ ഉണ്ടാകും. ഇവരെ പറയല്ല, ഇതിനകത്ത് സ്വാഭാവികമായിട്ട് സംഭവിക്കാൻ പോകുന്നൊരു കാര്യം പറയാം. ഒരു വെട്ടമെങ്കിലും എന്നോടൊപ്പം കിടക്ക പങ്കിട, അല്ലെങ്കിൽ ഒരു കളിക്ക് തയ്യാറാണോ, പച്ച മലയാളത്തിൽ പറഞ്ഞ അതാണ് സിനിമയിലെ വാക്ക്. എന്തായാലും ചോദിച്ചിട്ടുണ്ടാവും ഉറപ്പായും. അവരോട് എല്ലാം വിളിച്ചിട്ട് അടുത്തത് നിന്റെ പേരാ കേട്ടോ, അപ്പൊ ചോദിക്കും തെളിവുകൾ പറഞ്ഞു. ഇവർ ചോദിക്കത്തില്ല, അവർക്ക് വേണ്ടി ചോദിക്കാൻ ആളുകൾ ഉണ്ടായേക്കാം. സാധ്യതകളെ പറ്റി ഞാൻ സംസാരിക്കുന്നത്, ഇവർ ഈ ഇര ചെയ്തു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ സാധ്യതകൾ അങ്ങനെയാണ്. ഇപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ ഒരു സിനിമാ പ്രവർത്തനാണെന്നിരിക്കട്ടെ, ഞാനൊരു സ്ത്രീയോട് എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ വരുമ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചതാകാം, പക്ഷേ ഒന്നും നടന്നിട്ടുണ്ടാവില്ല. പക്ഷേ ഈ സ്ത്രീ പ്രബലരായ മറ്റ് 2 പേർക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ട് ഞാൻ വലിയ പ്രബലനൊന്നും ആയിരിക്കും, പക്ഷേ എൻ്റെ പണം ഉണ്ടാവും. എന്നോട് അടുത്തത് നിന്റെ പേരാ കേട്ടോ പറയാൻ പോണേ, വേറെ ആളോ എന്ന് പറയുന്നു. സ്വാഭാവികമായിട്ട് എൻ്റെ മാനം രക്ഷിക്കാൻ പലിശക്കെടുത്താലും ആ പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്യും. അങ്ങനെ ഒരു സാധ്യത അവിടെ കിടക്കില്ല. ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ അണിയറയിൽ നടക്കുന്നുണ്ട്. നമ്മൾ ഈ പുറത്ത് വന്നത് മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ്. ഇതിന്റെ താഴെ തട്ടിൽ ഒരുപാട് ഈ പറയപ്പെടുന്ന ഭീഷണിപ്പെടുത്തലുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. പണവും അത്തരത്തിൽ ഒഴുകുന്നുണ്ട്. ഇതൊന്നും പുറത്തു പറയില്ല. ഇത് പുറത്തു വരെ ആര് പറയും? ഈ പണം കൊടുത്തവൻ പറയുമോ ഞാൻ ഇത്ര കൊടുത്തു എന്ന്? അപ്പൊ ചോദിക്കും എന്തിനാ നീ കൊടുത്തത്? അത് അവളെ എനിക്കെതിരെ ആരോപണം ഉണ്ടെങ്കിൽ എന്തിനാ ആരോപണം? ഞാൻ കളി ചോദിച്ചതിന്. സിമ്പിളാണ്. ഈ ചോദിക്കുക എന്ന് പറയുന്നത് പണ്ട് വിനായകന്റെ ഒരു ഇന്റർവ്യൂ, വിവാദമായ ഒരു ഇന്റർവ്യൂ ആയിരുന്നു. ഒരാൾ ഒരു സ്ത്രീയോട് ചോദിക്കുകയാണ്, അവൾക്ക് നോ പറയാനുള്ള റൈറ്റ് ഉണ്ട്, നോ പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കുക. അതൊരു അന്ന് വിനായകൻ നിരവധി വിമർശനങ്ങൾ ഏറ്റെടുത്ത് ക്രൂശിക്കപ്പെട്ടായിരുന്നു. പക്ഷെ അന്ന് ഞാൻ വിനായകനൊപ്പമായിരുന്നു. വിനായകൻ പറഞ്ഞത് വളരെ ന്യായമായ കാര്യമല്ല. വിനായകൻ പറഞ്ഞ ആ പോയിന്റ് ന്യായമാണെങ്കിലും വിനായകൻ അന്ന് ഒരു മാധ്യമ പ്രവർത്തകരുടെ മുഖത്ത് നോക്കിയിട്ട് എനിക്ക് നിങ്ങളോട് സെക്സ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ചോദിക്കും എന്ന് പറഞ്ഞാൽ അത് ആ പറച്ചിൽ ഒഴിവാക്കാമായിരുന്നു. എനിക്ക് ഏതെങ്കിലും ഒരു പെൺകുട്ടിയോട് എന്ന് പറഞ്ഞാൽ ഓക്കെ, മുന്നിൽ ഇപ്പൊ ഞാനിവിടെ ഇരിക്കുകയാണ്, നിങ്ങൾ 2 സ്ത്രീകൾ എന്നെ മുന്നിൽ വന്നിരിക്കുകയാണ്, ഞാൻ ഈ കഥ പറയുമ്പോൾ നിങ്ങളെ ചൂണ്ടിയാണ് നിങ്ങളാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും മനസ്സിൽ ഇറിറ്റേഷൻ ഉണ്ടാവില്ലേ? എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ ആ രീതിയിൽ ഞാൻ ചോദിക്കുന്നതല്ലേ, ചേച്ചിക്ക് ഇപ്പൊ ഇത്രയും പക്വതയും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ചേച്ചി അതിനെടുക്കുന്നു. ഒരു യുവ മാധ്യമ പ്രവർത്തകരുടെ മുഖത്ത് നോക്കി ഒരു സിനിമാ നടൻ പറയാണ് നിങ്ങളോടൊപ്പം എനിക്ക് സെക്സ് ചെയ്യാം, ആ കുട്ടി ആ നിമിഷം പാനിക്കും. അപ്പോൾ ചോദ്യം ചെയ്യപ്പെടേണ്ടത് കൂടെ നിൽക്കുന്ന സഹോദരങ്ങളായ മാധ്യമ പ്രവർത്തകരുടെ എനിക്ക് തോന്നിയത് അന്ന് വിനായകൻ അങ്ങനെ ഒരാൾ ചോദിക്കുമ്പോൾ പാനിക് ആവരുത്, നിങ്ങൾ ധൈര്യത്തോടെ നോ പറയൂ എന്നുകൂടെ പുള്ളി ചേർത്തിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് നിങ്ങൾക്ക് എനിക്ക് താല്പര്യമുണ്ട് വരുമോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് നോ പറയാനുള്ള ധൈര്യം. വിനായകന്റെ ചോദ്യങ്ങളെല്ലാം സത്യമാണ്, വിനായകൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം വൃത്തിയുള്ള കാര്യങ്ങളാണ്. പക്ഷെ വിനായകന്റെ രീതികളാണ് എതിർക്കപ്പെടുന്നത്. അപ്പൊ ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ വിനായകൻ ഇട്ട പോസ്റ്റ് ആരാടാ ഈ ഉമ്മൻചാണ്ടി? കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാധ്യമങ്ങളെല്ലാം തുറന്നു കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിയെ കുറിച്ചുള്ള വാർത്തകളേ ഉള്ളൂ. അന്ന് ഞാൻ ഈ വിനായകനെതിരെ സ്റ്റോറി ചെയ്തിട്ടുണ്ട്, പല ചാനലുകളും സ്റ്റോറി ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ പറയുന്നത് മൊത്തം കണ്ണീർ കഥകളാണ്. സ്വാഭാവികമായിട്ട് കോൺഗ്രസ് രാഷ്ട്രീയം ഇഷ്ടപ്പെടാത്ത, ഉമ്മൻചാണ്ടി ഇഷ്ടപ്പെടാത്ത ആളുകൾ ഉണ്ടാകാം. വിനായകന്റെ രാഷ്ട്രീയം ഇടതുപക്ഷ രാഷ്ട്രീയമാണ്. അപ്പോൾ അദ്ദേഹത്തിന് ചോദിക്കാം, എന്തിനാണ് ആ ചോദ്യം ഇങ്ങനെയായിരുന്നോ, എന്തിനാണ് മാധ്യമങ്ങൾ ഇങ്ങനെ ഈ വാർത്തകൾ മാത്രം കൊടുക്കുന്നത്? ഞങ്ങൾക്ക് മറ്റുള്ള വാർത്തകളും അറിയാൻ ആഗ്രഹമുണ്ട്. ആ തരത്തിൽ ചോദിക്കാം. പക്ഷെ വിനായകന്റെ രീതിക്ക് ആരാടാ ഈ സ്വാഭാവികമായിട്ട് നമുക്ക് കൊള്ളും. കാരണം ഉമ്മൻചാണ്ടി ഇഷ്ടപ്പെടുന്ന കോൺഗ്രസ്സുകാരനും കോൺഗ്രസ്സുകാരൻ അല്ലാത്തവനും ഇത് കൊള്ളും. അപ്പോഴാണ് ഈ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ വിനായകൻ ഓരോ കാലഘട്ടത്തിലും പറഞ്ഞു പോയ കാര്യങ്ങൾ കഴമ്പുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഇത്തരത്തിൽ ഒരു വലിയ ഭീഷണിപ്പെടുത്തലുകളുടെ ലോകം തുറന്നിടുന്നുണ്ട്, അത് നടക്കുന്നുണ്ട്. ഇതിലിപ്പോ ഈ സ്ത്രീ പറയുന്നത്, ഈ ഇര, സ്ത്രീ എന്ന് വിളിച്ചാൽ ഇനി പ്രശ്നം ഉണ്ടാവണ്ട, ഈ ഇര പറയുന്നത് ഇവരോട് എന്തുകൊണ്ട് നിങ്ങൾ ആ സിനിമ നിർത്തി പോയില്ല, ഇത്രയും മോശമായ അനുഭവം ഉണ്ടായിട്ടും എന്തുകൊണ്ട് സിനിമ നിർത്തി പോയില്ല എന്ന് ചോദിച്ചു. അവർ പറയുന്നത് ഒരുപാട് പേരോട് പറഞ്ഞിട്ട് വന്നതാണ് അഭിനയിക്കാൻ. അവർക്ക് 30 ദിവസത്തെ ഡേറ്റ് ആണ് അവർ കൊടുത്തത്. ഈ 30 ദിവസവും അവർക്ക് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ 30 ദിവസവും അവർ അഭിനയിച്ചു. പക്ഷേ ഈ സംവിധായകനോട് ഒന്നിനും സഹകരിക്കാത്തത് കൊണ്ട് ആ 3 ഷോട്ടിലെ സിനിമയിൽ അവരുള്ളൂ. ഇത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ തന്നെ നമ്മൾ ചർച്ചയിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണിത്. ഈ ആണുങ്ങൾക്ക് ആൺമേൽക്കോയ്മ നിലനിൽക്കുന്ന സിനിമാ മേഖലയിലെ ആണുങ്ങൾക്ക് മറ്റൊരു പെണ്ണ് വരുമ്പോൾ നീ കളി തരുമോ അല്ലെങ്കിൽ നീ അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാണോ എന്ന് ചോദിക്കാറുള്ള ധൈര്യം കൊടുക്കുന്നത് ഇതിന് വഴങ്ങി കൊടുക്കുന്ന പെണ്ണുങ്ങൾ തന്നെയാണ്. അതിന്റെ ഉത്തമമായ ഉദാഹരണമാണ് ഈ കേസ്. കാരണം അവർക്ക് സിനിമ വേണം, അതുകൊണ്ട് ഇതൊക്കെ സഹിക്കാൻ തയ്യാറാണ്. അത്തരത്തിലുള്ള പെണ്ണുങ്ങളാണ് ഈ ആണുങ്ങളെ വഴിതിരിച്ചു വിടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവിടെ അവസാനിപ്പിക്കാം.